ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 13-15 വാക്യങ്ങൾ രണ്ട് ഒരേ വാക്യം തന്നെയാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് കർത്താവ് ചോദിക്കുകയാണ്. അവൻ അവളോട്, കരഞ്ഞ് തളർന്നിരിക്കുന്നതായ മനുഷ്യനോട് സ്വർഗത്തിലെ ദൈവം വന്ന് ചോദിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന്. നിങ്ങൾ ആരെങ്കിലും തളർന്ന് കരഞ്ഞവർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ഞാൻ സാക്ഷ്യം പറയുമ്പോഴെല്ലാം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത ദിവസം എൻ്റെ അമ്മയും 2 പെങ്ങന്മാരും ആ ശവശരീരത്തിലേക്ക് വേണ്ടി കരയുമ്പോൾ ഒരു തുള്ളി പോലും കരയാൻ കണ്ണുനീരില്ലാത്തവനായിരുന്നു ഞാനെന്ന്. അത് ശരിയാണ്. അന്ന് ഞാൻ കരഞ്ഞില്ല. എന്നാൽ പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞു. ബന്ധുമിത്രാദികളെല്ലാം പിരിഞ്ഞുപോയി. ഏതാനും പേര് മാത്രം വീട്ടിലുണ്ട്. അമ്മയുടെ ചേച്ചി വീട്ടിലുണ്ട്. ചില ബന്ധുക്കൾ മാത്രം വീട്ടിലുണ്ട്. ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ വീടിൻ്റെ തെക്കുവശത്തേക്ക് ചെന്നു. അവിടെ 6 അടി നീളത്തിൽ ചാരം പുതഞ്ഞു കിടക്കുന്നു. കാരണം ഞങ്ങളുടെ അന്നത്തെ ആചാരപ്രകാരം ശവശരീരം ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആ ചാരത്തിനരികെ അവിടെ നിന്നുകൊണ്ട് ഞാൻ വലിയ വായിൽ പൊട്ടിക്കരഞ്ഞു. തലേ ദിവസം എനിക്ക് സുബോധമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ അന്ന് ഞാൻ അവിടെ ആ ചാരത്തിനരികെ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ഓർത്തു. ഇനി ഭാവി എന്താകുമെന്ന് ഓർത്തു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തു. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നെല്ലാം ഓർത്തപ്പോൾ വലിയ വായിൽ പൊട്ടിക്കരഞ്ഞൊരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ചേട്ടൻ എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ മുൻവശത്തേക്ക് കൊണ്ടുപോയി ഒരു സ്ഥലത്തിരുത്തിയിട്ട് പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ കുറേ പാളിച്ചകളെല്ലാം പറ്റി, കുറേ അബദ്ധങ്ങളെല്ലാം പറ്റി, നീ പുകവലിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതെല്ലാം മാറ്റി നീ വേണം കുടുംബത്തിൻ്റെ കാര്യം നോക്കാനെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു പിശാച് ഉള്ളിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു തകർച്ചയെല്ലാം കിട്ടിയെന്നുള്ളത് ശരിയാണ്. എന്നാൽ പിന്നെ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല. എന്നാൽ അന്ന് വലിയ വായിൽ കരഞ്ഞ ആ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യെരമ്യാ 31:13-16 ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹൃദയം പൊട്ടി തകർന്ന് കരഞ്ഞൊരു സമയമുണ്ട്. അന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു നല്ല വാക്ക് കേൾക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭാര്യ പലപ്പോഴും പറഞ്ഞു ഇങ്ങനെ കരയല്ലേ എന്ന്. എന്നാൽ അതെല്ലാം വ്യർത്ഥമായ ആശ്വാസ വാക്കുകളായിപ്പോയി. ഭാര്യ ആശ്വസിപ്പിച്ച് വ്യർത്ഥമായി എന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ പറയുന്ന ആശ്വാസ വാക്കുകളെല്ലാം വ്യർത്ഥമായ ആശ്വാസ വാക്കുകളാണ്. ഇയ്യോബ് പണ്ടൊരിക്കൽ തൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാം വ്യർത്ഥ ആശ്വാസകന്മാരത്രേ. നിങ്ങളിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും ഒന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. സാരമില്ല, എത്രയോ പേര് മരിക്കുന്നു, എത്രയോ പേർക്ക് അപകടങ്ങൾ വരുന്നു, എത്രയോ പേർക്ക് രോഗങ്ങൾ വരുന്നു. ലോകമെന്ന് പറയുന്നത് സങ്കടമല്ലേ? സങ്കടം മാത്രം ഈ ലോക സമ്പാദ്യമെന്ന് പാട്ടുകാരൻ പാടിയിട്ടില്ലേ? എന്നെല്ലാം പറഞ്ഞാലൊന്നും മനുഷ്യ ഹൃദയത്തിലേക്ക് ആശ്വാസം കടന്നു വരികയില്ല. എന്നാൽ ജീവനുള്ള ദൈവം പ്രിയപ്പെട്ടവരെ വാപൊത്തി കരയുന്നവരുടെ അരികിലേക്ക് കടന്നു വന്ന്, സ്ത്രീയെ നീ കരയുന്നത് എന്തേ എന്ന് ചോദിച്ച അതേ ക്രിസ്തു തന്നെ എൻ്റെ അളിയൻ ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞതായ വലിയൊരു അപവാദത്തെക്കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, കർത്താവേ, നീ ക്രൂശിൽ കിടക്കുമ്പോൾ, മുൾമുടിയേറ്റ് കിടക്കുമ്പോൾ അവർ പറഞ്ഞു, പരീശന്മാരും മഹാപുരോഹിതന്മാരും പറഞ്ഞു, ഇവൻ ബേൽസെബൂവാണ്, ഇവൻ എന്തെല്ലാമാണ് ചെയ്തത് എന്നെല്ലാം കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ, കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതായ ആ സ്നേഹത്തിൻ്റെ ഭാവം എൻ്റെ കർത്താവിന് സ്തോത്രം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ എനിക്കത് ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൽ ക്ഷമിക്കുക എന്നുള്ളതായ ഒരു കാര്യം അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ എല്ലാം പുറത്തിരുന്നില്ല, എല്ലാം മറന്നിരുന്നില്ല, എല്ലാവരോടും ക്ഷമിച്ചിരുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ സങ്കടങ്ങളും പരാതികളും വരാതിരുന്നില്ല. എന്നാൽ ആദ്യം ആ സഹോദരി
പറഞ്ഞതുപോലെ ഈ 2022 ഈ കൂട്ടായ്മയെ ആരംഭിച്ചു. ദൈവമക്കൾ ഒരുമിച്ച് കൂടി തീ കത്തി 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 പടർന്നു തുടങ്ങിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എല്ലാം എല്ലാം പയ്യെ പയ്യെ മാറ്റി മാറ്റി തരുന്നത് ഞാനും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിക്കട്ടെ, ഇന്ന് ഈ ഉയർപ്പ് ഞായറാഴ്ച എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ചില സ്വകാര്യ ദുഃഖങ്ങളുണ്ടല്ലോ, ചില സ്വകാര്യ സങ്കടങ്ങളുണ്ടല്ലോ. ഒരാൾ എൻ്റെ അരികിലേക്ക് വന്നിട്ട് എന്നെ അങ്ങ് ചേർത്ത് പിടിച്ച് എന്നെ ഒന്ന് മാറോട് പിടിച്ചിരുന്നെങ്കിലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടോ? ആരെങ്കിലും എൻ്റെ തലയിലൊന്ന് കൈവച്ചിട്ട് നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് ഈ മുടിയിഴയിലൂടെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? പണ്ട് അസീസിയിലെ ഫ്രാൻസിസ് വിശുദ്ധനാകുന്നതിന് മുമ്പ് ബാല്യപ്രായത്തിൽ അപ്പൻ്റെ ശാപവാക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഒരു സന്യാസി അവൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ബോനവന്തുരേ, നിനക്ക് നല്ലത് വരട്ടെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അസീസിയിലെ ഫ്രാൻസിസ് അനുഗ്രഹിക്കപ്പെട്ടവനായി. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ അരികിൽ വന്ന ഒരു കൊച്ചുകുട്ടിയെ ഫ്രാൻസിസ് അസീസി അനുഗ്രഹിച്ചു. അവൻ സെയിൻറ്റ് ബൊനവെഞ്ചറായിട്ട് മാറി. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹങ്ങൾ ഇങ്ങനെ കത്തിപ്പടരുകയാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ തലയിൽ കൈവയ്ക്കാൻ, നമ്മുടെ മുടിയിടയിലൂടെ തലോടുവാൻ, ഈ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് ഇങ്ങനെ തട്ടി തൂവി തരുവാൻ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നത് യേശു ക്രിസ്തുവാണെന്ന് ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീയെ നീ കരയുന്നതെന്ത്? ദാനിയേലേ നീ കരയുന്നതെന്ത്? മകനെ നീ കരയുന്നതെന്ത്? മകളെ നീ കരയുന്നത് എന്ന് 2000 കൊല്ലം മുമ്പ് മുഴങ്ങിയ അതേ സ്വരം തന്നെ എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഞാനിപ്പോൾ എൻ്റെ സങ്കടങ്ങളുമായി, എൻ്റെ ആവശ്യങ്ങളുമായി, ഹൃദയത്തിലെ ദുഃഖങ്ങളുമായി നാഥാ, ഞാനിതാ നിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നു. എനിക്ക് മനുഷ്യ ശബ്ദം കേൾക്കണ്ട, മനുഷ്യ ആശ്വാസങ്ങൾ എനിക്ക് കേൾക്കണ്ട. സ്വർഗത്തിൻ്റെ ഉടയവൻ, രാജാതിരാജൻ തന്നെ എൻ്റെ ഹൃദയത്തോട് സംസാരിക്കട്ടെ, എൻ്റെ കാതുകളിൽ സംസാരിക്കട്ടെ. യേശുവേ, നിന്റെ സ്വരം മുഴങ്ങട്ടെ. നീ വാ പൊത്തി കരയുമ്പോൾ നീ കരയാതെ വായ അടക്കിക്കൊള്ളുക എന്നാണ് തിരുവചനം പറയുന്നത്. യെരമ്യ 31:13 ആദ്യം വായിക്കാം. സ്തോത്രം. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്ത് സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. 16-ാം വാക്യം. കരയാതെ നിന്റെ ശബ്ദവും, കരയാതെ നിന്റെ ശബ്ദവും, കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. മകനെ, നീ ഇങ്ങനെ പൊട്ടിക്കരയല്ലേ, വാവിട്ട് കരയല്ലേ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. നിന്റെ വാ അടക്കി പിടിച്ചുകൊള്ളുക, നിന്റെ കണ്ണുനീര് നീ അടക്കി പിടിച്ചുകൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. മതി, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. നിന്റെ നിലവിളിയെങ്കിൽ നിശ്ചയമായിട്ട് അവന് കരുണ തോന്നുമെന്ന് വേറൊരു വാക്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് വിഭവസമർത്ഥമായ ഒരു സദ്യ സ്വർഗത്തിൽ നിന്ന് ഒരുക്കിയിരിക്കുകയാണ്. ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഇന്ന് വരെയും വന്നിട്ട് അനുഭവം കിട്ടാത്ത ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയനെ, നീ മയങ്ങിയിരിക്കല്ലേ, നീ തളർന്നിരിക്കല്ലേ. സ്വർഗത്തിലെ ശക്തി മകനെ നിന്നെ തൊട്ടിട്ടല്ലാതെ, മകളെ നിന്നെ തൊട്ടിട്ടല്ലാതെ കടന്നു പോകുകയില്ല. യേശു ഇവിടെയുണ്ട്. യേശുവിൻ്റെ സ്നേഹം ഇവിടെയുണ്ട്. ആദ്യ സ്നേഹത്തിന് ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ മറിയേ, നീ കരയല്ലേ, ഞാൻ എങ്ങും പോയിട്ടില്ല. എൻ്റെ മകളെ, നിന്റെ പാപം ക്ഷമിച്ചവൻ, നിന്നെ വീണ്ടെടുത്തവൻ, നിന്നിൽ നിന്ന് ഭൂതങ്ങളെ ഇറക്കി കളഞ്ഞവൻ എങ്ങും പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എൻ്റെ സ്ത്രീയെ, നീ കരയുന്നതെന്ത്? മകളെ, നീ കരയല്ലേ, നീ സങ്കടപ്പെടല്ലേ. ദൈവത്തിന് സ്തോത്രം. നിന്റെ മുമ്പിൽ വലിയൊരു ലക്ഷ്യം ഞാൻ വച്ചിട്ടുണ്ട്, വലിയൊരു വിളി ഞാൻ വച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിനക്ക് മനസ്സിലായില്ലേ യേശു ജീവിക്കുന്നുവെന്ന്? നീ നിനക്ക് ഒരു കാര്യം ചെയ്യണം. 126-ാം സങ്കീർത്തനം 5-6 വാക്യം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മറിയേ, ഞാൻ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു, ഞാൻ നിന്റെ ഭൂതങ്ങളെ പുറത്താക്കി, ഇനി നിന്റെ മേൽ വലിയൊരു വേല ഞാൻ വച്ചിട്ടുണ്ട്. വായിച്ചു കേൾക്കാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും കിതച്ചും കൊണ്ട് നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ടുവരുന്നു. ഈ വാക്യം ഞാൻ മിനിയാന്ന് വായിച്ചു.
ഇന്ന് രാവിലെ ഞാൻ ഓർത്തു, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ ഉള്ളം പൊട്ടിപ്പൊട്ടി വരികയുണ്ട് കർത്താവേ. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കണം കർത്താവേ. ദൈവത്തിന് സ്തോത്രം. കണ്ടില്ലേ, അവിടെ എഴുന്നേറ്റ് പ്രസംഗിക്കുന്നവരൊക്കെ കള്ളന്മാരാണ്, പല പല അപഖ്യാതികളുള്ളവരാണെന്നൊക്കെ പല്ലും വിളിച്ച് പറയുമ്പോൾ ഒരക്ഷരം പറയാതെ വാ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണിലൂടെ കണ്ണുനീരൊഴുകിക്കൊണ്ട്, കർത്താവേ യേശുവേ, ഈ സ്നേഹത്തിൻ്റെ വിത്ത് ഞാനിതാ വിതച്ചുകൊള്ള. ഈ കൈ പരിശുദ്ധമായിരിക്കും, ഈ കണ്ണ് പരിശുദ്ധമായിരിക്കും, ഈ വികാരങ്ങൾ പരിശുദ്ധമായിരിക്കും. ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭൂതങ്ങൾ ഇനി അകത്തേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല കർത്താവേ. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. ദേശങ്ങളിൽ നിന്ന് കടന്നു വന്നവര്, ദേശങ്ങളിരിക്കുന്നവർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തീരുമാനിക്കാമോ? യേശുവേ, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് ഞാൻ നടക്കും. അപ്പോൾ കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് ഇതാ വരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ കണ്ട കാലം അത്രയും അപഖ്യാതികൾ, ആക്ഷേപങ്ങൾ പറഞ്ഞവരെല്ലാം നിസ്സാരരായി ഞങ്ങൾ ഓർക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ അറിയുന്നു, എല്ലാം സത്യമായി വെളിപ്പെടുന്ന ഒരു ദിവസം വരും കർത്താവേ. അന്നാർക്കും ശിക്ഷ വിധിക്കാനിട വരല്ലേ. നിസ്സാരരായ അടിയങ്ങൾ എത്രത്തോളം താണിരിക്കാമോ, എത്രത്തോളം പൊടിയായിരിക്കാമോ, എത്രത്തോളം തലവങ്ങാതിരിക്കാമോ, അങ്ങനെ നിന്നുകൊള്ളാമെന്നൊരു സമർപ്പണം ഈ ബലഹീന മനുഷ്യന് വിടക്കുകയാണ്. കർത്താവേ, ഈ കണ്ണുനീര് വറ്റല്ലേ എന്നുള്ള പ്രാർത്ഥന വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് വരികയാണ്. സ്തോത്രം പ്രിയരെ. കണ്ണുനീര് വറ്റാത്ത ജീവിതം നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് സമർപ്പിക്കണം. കർത്താവേ, ഈ കണ്ണുനീര് വറ്റിപ്പോകരുതേ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ണുനീര് കിട്ടാത്തവരുണ്ടോ? നിങ്ങൾ തന്നെത്താനെ ശോധന ചെയ്യണം. കർത്താവേ, എനിക്ക് എന്തെങ്കിലും മുൻവിധിയുണ്ടോ? എനിക്ക് എന്തെങ്കിലും ചിന്താക്കുഴപ്പമുണ്ടോ? എനിക്ക് ഏതെങ്കിലും ഈ കൂട്ടായ്മയോടോ ഇതിലെ പ്രവർത്തകരോടോ ഏതെങ്കിലും അകൽച്ചകളുണ്ടോ? തന്നെത്താൻ ശോധന ചെയ്യണം. എന്തുണ്ടെങ്കിലും തിരുത്തു പ്രിയപ്പെട്ടവരെ. എന്തുണ്ടെങ്കിലും തുറന്ന് ചോദിക്കൂ. എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കൂ. നമുക്ക് മാറ്റാമല്ലോ. ഹൃദയം അടഞ്ഞിരുന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല, ദൈവസ്നേഹം കിട്ടുകയില്ല. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കണം. മറിയയാണ് ആദ്യത്തെ സാക്ഷിയാകുന്നത്, കർത്താവിൻ്റെ ആദ്യത്തെ സാക്ഷി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവസാന സമയം വരെയും കർത്താവിൻ്റെ പിന്നാലെ നിന്നവൾ, സ്ത്രീയെ നീ കരയുന്നതെന്ത്? കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കരച്ചിൽ ഈ ലോകത്തിലെ സങ്കടങ്ങളുടെ കരച്ചിലാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. അവിടെ ഇതാ ജഡീകനായ മനുഷ്യൻ്റെ കരച്ചിലാണ്. പ്രിയപ്പെട്ടവരെ, ജഡീക മനുഷ്യനും കരച്ചിൽ മാറ്റുന്ന ഒരു അനുഭവമുണ്ട്. ജഡീക മനുഷ്യൻ്റെയും കരച്ചിൽ മാറുന്നൊരു അനുഭവമുണ്ട്. പാപത്തിന്മേൽ ജയമില്ലാതെ കിടന്ന് കരയുകയാണ് അപ്പോസ്തലനായ പൗലോസ്. ആ വലിയ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് കേൾക്കാം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? 9-ാമത്തെ വാക്യം. 23-ാമത്തെ വാക്യം. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെൻ്റെ അവയവങ്ങളെ ബദ്ധനാക്കി കളയുന്നു. പ്രിയപ്പെട്ടവരെ, നാം എന്തുകൊണ്ടാണ് ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? നാം ഈ ലോകത്തേക്ക് നോക്കിയാൽ നാം ആരെയും വിധിക്കുകയില്ല, പക്ഷേ നാം സങ്കടത്തോടെ കാണും. ഒന്ന് മാനസാന്തരപ്പെട്ടു, പിന്നെ വേഗം സുവിശേഷം പറയുകയും കർത്താവിൻ്റെ വേല ചെയ്യുകയും അനേകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒക്കെ പറയുകയും ചെയ്യുന്ന അനേക ആളുകളെ നാം കാണാറുണ്ട്. അല്ല, ഒന്ന് സ്നാനപ്പെട്ടു, അപ്പോഴേക്കും എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. ആരെ അടച്ച് പറയുകയല്ല. എന്നാൽ നാം എന്തുകൊണ്ട്, റോമർ 8:23 വായിക്കാമോ? എന്തുകൊണ്ടാണ് നാം എന്നും ഏറ്റവും കർത്താവേ ശുദ്ധീകരണം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഒരു കല്യാണ വീട്ടിൽ ചെന്നു, അവരൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാം, എളിമയോടെ പ്രാർത്ഥിക്കാം, വിനയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എവിടെ വിനയം വരുന്നുവോ, എവിടെ താഴുന്നുവോ, എവിടെ ഒന്നുമില്ലായ്മ വെളിപ്പെടുത്തുന്നുവോ, അവിടെ കർത്താവിൻ്റെ അനുഗ്രഹം വരും.
പക്ഷേ ചില ദൈവമക്കൾക്ക് കർത്താവ് വ്യക്തമായ റീമ വരം കൊടുത്തിട്ടുണ്ട്. പണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിനോട് അനുഗ്രഹം കിട്ടി, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. സ്തോത്രം. അങ്ങനെ വ്യക്തമായ ഒരു വരം കിട്ടിയിട്ടുള്ളവർ, കൃപാവരങ്ങളുള്ളവർ, അവരനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നാം ആഗ്രഹിക്കണം. പക്ഷേ നാം ആവശ്യമില്ലാത്ത അധികാരങ്ങളൊന്നും നാം എടുക്കരുത്. എന്നും വിനയപ്പെടുന്നു, എന്നും താഴുന്നു. എൻ്റെ കർത്താവേ, ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? പുസ്തകം പറയുന്നത് റോമർ 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തും കൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഉള്ളിൽ ഒരു ഞരക്കം വന്നുകൊണ്ടിരിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിച്ചു, സ്വർഗീയ ദാനം ലഭിച്ചു. ശരിയാണ്, ഒരു മാനസാന്തരം കിട്ടി, നിസ്സാരമല്ല. എത്രയോ കോടാനുകോടി മനുഷ്യർക്കിത് കിട്ടിയില്ല. എന്നാൽ മഹാപാപിയായ, ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ, തർക്കാരിയോ ദേശത്ത് എന്തുമാത്രം വിധവകളുണ്ടായിരുന്നു, അനാഥരുണ്ടായിരുന്നു, ഹൈന്ദവരുണ്ടായിരുന്നു, ഞങ്ങളെക്കാൾ എത്രയോ സാമ്പത്തികമായി കുറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ കരുണ, ആ കൃപ കിട്ടിയത് ഈ ബലഹീനരായ ഞങ്ങളുടെ കുടുംബത്തിനും ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. സ്വർഗീയ ദാനം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചു. എന്നാൽ ഇതുകൊണ്ട് എന്തെങ്കിലും ആകുന്നുണ്ടോ? ഇതിൽ നിന്ന് ഈ ആത്മാവ്, ഈ ശരീരമാകുന്ന വേലിയെല്ലാം പൊളിച്ച് അങ്ങ് പുത്രത്വത്തിൻ്റെ പദവിയിലേക്ക് അങ്ങ് ചെല്ലുന്നതായ ദിവസം, അതാണ് വീണ്ടെടുപ്പിൻ്റെ ദിവസം. നാം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്നതായ ദിവസം. അന്ന് വരെയും എൻ്റെ കർത്താവേ, ഈ ജഡം, ഇത് 90 വയസ്സായാലും ഇതിലെ കാമം മരിക്കില്ല, ഇതിലെ കോപം മരിക്കില്ല, ഇതിലെ അഴുക്ക് മരിക്കുന്നില്ല. ഈ ജഡമെന്ന് പറഞ്ഞാൽ അത് പാപമയമാണെന്ന് അപ്പോസ്തലൻ പറഞ്ഞത്. അയ്യോ, ഞാൻ ജഡമയൻ, എന്തൊരു പ്രമാണമാണ് എൻ്റെ ഉള്ളിൽ കിടന്ന് ഞാൻ കാണുന്നത്. എൻ്റെ അവസാന സമയം വരെയും എൻ്റെ മരണത്തോടെയോ യേശുക്രിസ്തുവിന് രണ്ടാമത്തെ വരവിലൂടെയോ ഈ ഉള്ളിൽ കിടക്കുന്ന ഈ ആത്മാവിനെ പുത്രത്വത്തിൻ്റെ പദവി തന്ന് മണവാട്ടിയുടെ നീരാളം ചാർത്തിക്കൊണ്ട് എൻ്റെ പ്രിയ മണവാട്ടി വരുന്നു എന്ന് പറഞ്ഞ് കറയും കളങ്കവുമില്ലാത്ത മണവാട്ടിയായി എന്നെ സ്വീകരിക്കുന്നത് വരെ ഈ ആത്മാവ് ഉള്ളിൽ കടന്ന് ഞരങ്ങുന്നു. എൻ്റെ കർത്താവേ, ഒന്നുമായിട്ടില്ല, ഏതുമായിട്ടില്ല. ഒരു മദ്യപാനം വിട്ടതോ അത് നിസ്സാരമാണോ? അല്ല. ഒരു സിനിമ വിട്ടതോ നിസ്സാരമല്ല. യൂട്യൂബ് ഷോർട്സ് വിടുന്നതോ ഒന്നും നിസ്സാരമല്ല. എല്ലാം പൈശാചിക ബന്ധനങ്ങളാണ്. പൈസയോടുള്ള ആർത്തി, പ്രിയപ്പെട്ടവരെ, അതൊരു ബന്ധനമാണ്. ഏതെങ്കിലും കൂട്ടായ്മകളെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് ബന്ധനമാണ്. ഈ ബന്ധനങ്ങളെല്ലാം ഈ മനുഷ്യനിലുണ്ട്. കർത്താവേ, ഇതെല്ലാം ഉള്ളിലിരിക്കുന്നു. എന്നിട്ട് എനിക്ക് എന്ത് പ്രശംസിക്കാനുണ്ട്? എൻ്റെ കർത്താവേ, ഇതെല്ലാം അവസാനം എന്നെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടവരല്ലേ. ഞാനെന്ന് പറയുന്ന മനുഷ്യനെ മുഴുവനായൊന്ന് കഴുകിത്തരണമേ. നീതിമാൻ പ്രയാസം രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകുമെന്ന് പരിശുദ്ധനായ പത്രോസ്ലീഹ പറഞ്ഞു. എൻ്റെ കർത്താവേ, അങ്ങനെയെങ്കിൽ അതാണ് നാം എന്നും വിനയപ്പെടുന്നത്. ശുദ്ധീകരണം തരണമേ എന്ന് പറയുന്നത്. നമുക്ക് അവകാശവാദങ്ങളില്ല. ആത്മാവിനെ കിട്ടി, ഒരു മാനസാന്തരം കിട്ടി. ഇന്നത് ചോദിക്കുമ്പോൾ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം, സ്വർഗീയ ദാനം ഇന്നുവരെ ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ദൈവമേ, ഏതോ ഒരു നിമിഷത്തിൽ ഇന്ന് ആ ദാനം എൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, വീണ്ടും ജന്നത്തിൻ്റെ ആത്മാവിനിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. റോമർ 8:2 വായിക്കാമോ? പാപത്തിൻ്റെ പ്രമാണമുള്ള മനുഷ്യനോട് തൊട്ട് താഴെ അപ്പോസ്തലൻ പറയുകയാണ്. റോമർ 8:2, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പാപത്തിന്റെ പ്രമാണത്തിന് നേരെ എതിരായ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അതാണ് ഉയർപ്പ്. റോമർ 8:14 പറയും, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. പ്രിയരേ, ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ ഇങ്ങനെ മുഴുവൻ ചങ്ങലകളാണ്. കണ്ണിൽ കൂടി ഇങ്ങനെ പാമ്പഴഞ്ഞു നടക്കുന്നു, ശരീരത്തിൽ കൂടി പാമ്പഴഞ്ഞു നടക്കുന്നു. പക്ഷെ നാം ഭാവനയിൽ കണ്ടേ, അതിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു, തേജസ്സോടെ ഇറങ്ങി നിൽക്കുന്നു. സ്തോത്രം. നാം ആഗ്രഹിക്കണം, കർത്താവേ, അന്ന് മോശയുടെ മുഖത്ത് വെളിപ്പെട്ട തേജസ്സിൻ്റെ മേൽ തരണമേ. പാപത്തിൻ്റെ കണ്ണുമായി, ഏത് കണ്ണുമായി എൻ്റെ നേരെ നോക്കുന്ന മനുഷ്യൻ ദൈവ തേജസ് കാണാൻ ഇടയാകണമേ. എൻ്റെ കർത്താവേ, ഇത് സാധിക്കുമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതാണ് ഉയർപ്പിൻ്റെ ഞായറാഴ്ച. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അപ്പോസ്തലനായ പൗലോസേ, ശൗലേ, നീ കരയേണ്ട, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് നീ കരയുമ്പോൾ നിന്നെ വിടുവിക്കുവാൻ ഇതാ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമുണ്ട്.
ആ പ്രമാണം വന്നപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എനിക്ക് ജയമുണ്ട്, ഞാൻ പരാജിതനല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കരയുന്നവരുണ്ടോ? തീർച്ചയായും ഒരു വിശ്വാസിയാണോ? ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്നും കണ്ടെത്തും, എന്നും നിങ്ങൾക്കറിയും, എൻ്റെ കർത്താവേ എന്താണ് ഈ മനുഷ്യൻ. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 14-ാം വാക്യം താഴേക്ക് വായിക്കും. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇതാ ശുഭവാർത്ത. എന്താണ്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഇന്ന് ഈ 10 മുതൽ നമ്മുടെ അരികിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? അത് മാത്രം മതി. സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. സ്തോത്രം. യെഹെസ്കേൽ 9:4 വായിക്കണമെന്നില്ല. അവിടെ നെടുവീർപ്പെട്ട് കരയുന്ന ഒരു കൂട്ടം പുരുഷന്മാരെ കാണുകയാണ്. അതും വലിയൊരു കരച്ചിലാണ്. ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാർ, ആലയത്തിൽ നടക്കുന്ന നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിമേൽ അടയാളമിടുക എന്നാണ് പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ തിരുരക്തത്തിൻ്റെ അടയാളം നമുക്ക് ലഭിക്കണം. അതിനെന്ത് വേണം? നെടുവീർപ്പെട്ട് കരയുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആരെല്ലാം ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട്, ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ആലയത്തിൽ നടക്കുന്ന നെടുവീർപ്പ്, എൻ്റെ ദൈവമേ, ഞാൻ ഈ ദിവസങ്ങളെല്ലാം ഓർക്കാൻ 2020, 2021 പലതും വേണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, കഴിഞ്ഞ കാലത്തിൽ മനസാന്തരപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പല കാര്യങ്ങൾ ഒന്നും വേണ്ടായിരുന്നു. പക്ഷേ എല്ലാം സംഭവിച്ചു, പലതും സംഭവിച്ചു. പക്ഷേ എല്ലാം മാറ്റിമറിക്കുന്ന ക്രിസ്തുവിൻ്റെ അത്യന്ത ശക്തി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാനെന്ന് പറയുന്ന മനുഷ്യൻ അത് ഇന്നും സ്വതന്ത്രനായിട്ടില്ല. എൻ്റെ മേൽ അനേകം കാര്യങ്ങൾ ഇനിയും തിരുത്താനുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മേൽ വരുന്ന ദൈവത്തിൻ്റെ കൃപ അത് മതി. പ്രിയപ്പെട്ടവരെ, താണിരിക്കുന്നവരുടെ മേൽ വരുന്ന ദൈവത്തിൻ്റെ കൃപ എന്ന് അറിയാം. ആ കല്ലറവാതിൽക്കൽ അവിടെ താണിരുന്നു. പത്രോസ് തള്ളിപ്പറഞ്ഞു, ശരിയാണ്. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് കേട്ടപ്പോൾ ആ ശിഷ്യന്മാർ, യോഹന്നാൻ ശ്ലീഹായും പത്രോസ് ഓടി. പത്രോസ് അകത്ത് കടന്നു. എന്നിട്ട് നോക്കി, എവിടെ കർത്താവ്, എവിടെ എൻ്റെ കർത്താവ് എവിടെ എന്ന് പത്രോസ് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. പ്രിയരെ, ആ പത്രോസിനെയും തേടി വന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹം ഇപ്പോൾ നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആലയത്തിൽ നടക്കുന്ന നെടുവീർപ്പുകളെ ഓർത്ത് കരയുന്നവരുടെ മേൽ നെറ്റിമേൽ അടയാളമിടുവാൻ, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളമിടുവാൻ ഇന്നും യേശു നമ്മെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. ഫറവോന് ഞാൻ ഇനി അടിമയല്ല. കർത്താവേ, എൻ്റെ മേൽ ഫറവോൻ്റെ ശക്തിയെ മാറ്റുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളം തന്ന് എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ പാടാം. ദൈവത്തിന് സ്തോത്രം.